ലോക സാമ്പത്തിക ശക്തിയായ അമേരിക്ക ഷട്ട് ഡൗണിലേക്കാണ് എന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിലെ ചർച്ച. ഷട്ട് ഡൗൺ അഥവാ അടച്ചുപൂട്ടൽ. US ഗവൺമെന്റ് അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ് എന്ന് വ്യക്തമാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഒരു അടച്ചുപൂട്ടൽ ഉണ്ടായേക്കാം എന്നും അത് തന്റെ സർക്കാരിനെ തിരിച്ചു പോക്കില്ലാത്ത മാറ്റങ്ങളിലേക്ക് എത്തിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ആദ്യം എന്താണ് ഈ ഷട്ട് ഡൗൺ അഥവാ അടച്ചുപൂട്ടൽ എന്നറിയണം. സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട് ഡൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഷട്ട് ഡൗൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ച വിജയം കണ്ടിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് US അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു എന്ന സൂചന ട്രംപ് നൽകിയത്. അങ്ങനെയൊരു അടച്ചുപൂട്ടൽ ഉണ്ടാകുകയാണ് എങ്കിൽ 1981 ശേഷം US നേരിടുന്ന 15ാമത്തെ ഷട്ട് ഡൗൺ ആയിരിക്കും അത്. ഏത് സാഹചര്യത്തെയാണ് ഷട്ട് ഡൗൺ എന്ന് വിളിക്കുന്നത് എന്ന് അറിയാമോ? ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ US കോൺഗ്രസിൽ പാസ്സാകാത്ത സാഹചര്യമാണ് ഷട്ട് ഡൗൺ. ഇത്തരത്തിൽ ഫണ്ട് അനുവദിക്കാൻ US കോൺഗ്രസിന് കഴിഞ്ഞില്ല എങ്കിൽ പല വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും. ഇതോടെ അത്യാവശ്യ സേവനങ്ങൾ ഒഴികെയുള്ളതെല്ലാം നിർത്തലാക്കാൻ US സർക്കാർ നിർബന്ധിതമാകും. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ, അതായത് IAS, IPS ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഏതാണ്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് US-ൽ ഷട്ട് ഡൗൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. സർക്കാർ ചിലവുകൾക്കുള്ള ധനാനുമതി പാസ്സാകാതെ വന്നതോടെ 5 ലക്ഷം പേരാണ് ഷട്ട് ഡൗൺ ഭീതിയിൽ കഴിയുന്നത്. ധനാനുമതി പാസ്സാകാതിരുന്നതോടെ അമേരിക്കയിലെ മിക്ക എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭനാവസ്ഥയിലാണ്. അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. 5 ലക്ഷത്തോളം ജീവനക്കാരെയാണ് ഇത് ബാധിക്കുക. ഇതോടെ ജീവനക്കാർ ശമ്പളമില്ലാതെ അവധിയിൽ പോകേണ്ടി വരും. ഈ കടമ്പ എങ്ങനെ മറികടക്കുമെന്ന ആലോചനയിലാണ് US ഭരണകൂടം ഇപ്പോൾ. താൽക്കാലിക അവധിയിൽ പോകേണ്ടി വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് ട്രംപിന്റെ ഭീഷണിയുമുണ്ട്. ധനാനുമതി പാസാക്കാനുള്ള അവസാനവട്ട വോട്ടെടുപ്പിലും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് സമവായത്തിൽ എത്താനാകാതെ വന്നതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം വൈറ്റ് ഹൗസ് നിഷേധിക്കുകയായിരുന്നു. ഫെഡറൽ ജീവനക്കാരെ ഏതെല്ലാം രീതിയിലായിരിക്കും ഇത് ബാധിക്കുക എന്ന് നോക്കാം. ജീവനക്കാർ ശമ്പളമില്ലാതെ ഒരുപക്ഷെ അവധിയിൽ പ്രവേശിക്കേണ്ടി വരും. ഫർലോ എന്നാണ് ഇത്തരം ശമ്പളമില്ലാത്ത അവധികൾ അറിയപ്പെടുന്നത്. ഇത്തരം ഫർലോ ആവശ്യമില്ലാത്ത ജീവനക്കാർക്ക് താൽക്കാലികമായി ജോലി നഷ്ടപ്പെടുകയും ശമ്പളം ഇല്ലാതാവുകയും ചെയ്യും. സാധാരണഗതിയിൽ ഇവർക്ക് ഷട്ട് ഡൗൺ അവസാനിക്കുമ്പോൾ കുടിശ്ശിക ഉൾപ്പെടെ ശമ്പളം നൽകാറുണ്ട്. അവശ്യ ജീവനക്കാർ, എയർ ട്രാഫിക് കൺട്രോളർമാർ, ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഏജന്റുമാർ, അതിർത്തി സംരക്ഷണ ഉദ്യോഗസ്ഥർ, ഫെഡറൽ നിയമപാലകർ, സായുധ സേനാംഗങ്ങൾ തുടങ്ങിയവർക്ക് ജോലി ചെയ്യേണ്ടി വരും. പക്ഷേ ഷട്ട് ഡൗൺ തീരുന്നതുവരെ ശമ്പളം ലഭിക്കില്ല. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ജീവനക്കാരുടെ കൂട്ട അവധിക്കും കാരണമാകുകയും ചെയ്യും. ഷട്ട് ഡൗൺ ജീവനക്കാരെയാണ് നേരിട്ട് ബാധിക്കുക എങ്കിലും നാട്ടിലെ മറ്റു ജനങ്ങളെയും വ്യാപാരങ്ങളെയും ഇത് ബാധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. പാർക്കുകളും മ്യൂസിയങ്ങളും അടച്ചുപൂട്ടുകയും ദേശീയോദ്യാനങ്ങളിലെ സന്ദർശക കേന്ദ്രങ്ങൾ പോലുള്ള ഫെഡറൽ സ്ഥാപനങ്ങൾ അടയ്ക്കുകയും ചെയ്യും. സേവനങ്ങൾ തടസ്സപ്പെടുകയോ കാലതാമസം അനുഭവപ്പെടുകയോ ചെയ്യും. പാസ്പോർട്ട് അപേക്ഷകൾ, സർക്കാർ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ, ചെറുകിട ബിസിനസ് ലോണുകൾ എന്നിവയുടെ നടപടിക്രമങ്ങളും വൈകും. ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ പോലുള്ളവ കുറയുകയും അവ ആരോഗ്യരംഗത്തും പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. ജീവനക്കാർ കുറയുന്നതിനാൽ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾക്കടക്കം കാലതാമസമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദേശീയ ഉദ്യാനങ്ങളിലെ സന്ദർശക സേവനങ്ങൾ, പരിപാലനം, IRS അഥവാ ആഭ്യന്തര റവന്യൂ സർവീസ്, ടാക്സ് പെയർ സേവനങ്ങൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പോലുള്ള ഗവേഷണ പദ്ധതികൾ, പുതിയ സോഷ്യൽ സെക്യൂരിറ്റി കാർഡുകൾ നൽകൽ, മെഡിക്കെയർ കാർഡുകൾ മാറ്റി നൽകൽ അടക്കം സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകളിലെ സേവനങ്ങൾ, വിസ, പാസ്പോർട്ട് അപേക്ഷാ നടപടിക്രമങ്ങളിലെ കാലതാമസം ഇവയെല്ലാം ഷട്ട് ഡൗൺ കാലയളവിൽ പ്രതിസന്ധി നേരിടുമെന്ന് ഉറപ്പാണ്. സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ, മെഡിക്കെയ്ഡ് എന്നിവയുടെ ചെക്കുകൾ, സൈനിക സേവനങ്ങൾ, സായുധ സേനാംഗങ്ങളുടെ ജോലി, എയർ ട്രാഫിക് കൺട്രോളർമാർ, TSA ഏജന്റുമാർ, FBI, അതിർത്തി സംരക്ഷണ ഏജൻസികൾ, തപാൽ വിതരണം, വെറ്ററൻ ഹെൽത്ത് കെയർ എന്നീ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. സാധാരണഗതിയിൽ 1 മാസക്കാലത്തേക്കാണ് ഷട്ട് ഡൗൺ ഉണ്ടാകുക എങ്കിലും കാലയളവ് നീണ്ടുപോയാൽ GDP വളർച്ച കുറയുകയും വിപണിയിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നതിനും കാരണമാകും.
എത്ര കാലം ഷട്ട് ഡൗൺ നീളുമെന്ന് മുൻകൂട്ടി പറയാനും കഴിയില്ല. കോൺഗ്രസും പ്രസിഡന്റും ഒരു പുതിയ ഫണ്ടിംഗ് ബില്ലിലോ അല്ലെങ്കിൽ താൽക്കാലിക ഫണ്ടിംഗ് ബില്ലിലോ ഒപ്പുവെക്കുന്നതുവരെ ഇത് തുടരും. 1981 മുതൽ ഇതുവരെ 14 ഷട്ട് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 2018-19 കാലയളവിലെ 35 ദിവസവും 1995-96 കാലയളവിലെ 26 ദിവസവും 2013 ഉണ്ടായ 16 ദിവസവുമാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട് ഡൗണുകൾ.